ഒന്ന് മയങ്ങുന്ന സമയത്ത് ആ സമയത്താണ് എനിക്ക് ഏറ്റവും അധികം ഇറിറ്റേഷനുള്ളത്. വല്ലവരും വന്ന് ശല്യം ചെയ്യുക, ഈ ബാങ്കിൻ്റെ കോൾ വരും. അന്ന് ഈ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വിളിക്കുന്ന ആ സമയത്തായിരിക്കും. അതുപോലെ വന്നു, ഇയാൾ വന്ന് വാതിക്കൽ മുട്ടുന്നു. ഞാൻ എഴുന്നേറ്റ്, യെസ് சார், நான் வந்து ரிக்கவரிக்கு வந்திருக்கேன் சார், நீங்கள் வந்து பேங்க்கு கொஞ்சம் பணம் கொடுக்கணும். എന്ത് പൈസ എന്താണ്? പിന്നെ നടന്നത് എന്താണെന്നുള്ള എനിക്കും അറിയില്ല, അയാൾക്കും അറിയില്ല. പിന്നീട് അയാൾ അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുള്ള കാർഡിന് റിക്കവറിക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ നിനക്കിപ്പം ബെസ്റ്റ് പരിപാടി ഇങ്ങനെ നിർത്തിക്കോ. കാരണം വെച്ചാൽ നിന്നെ ഇപ്പം മറ്റേ ജപ്തിയല്ലേ, രവിയുടെ കറക്റ്റ് ആളാണ്. 200 രൂപയ്ക്ക് അടി ഉണ്ടാക്കിയതാണ്. അപ്പൊ നീ കോടിക്കണക്കിന് രൂപ മോളെ. എന്നിട്ട് 200 രൂപ അടച്ചോ അതോ ഈ 2000 അടച്ചോ? ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് 200 വേണമെങ്കിൽ ഞാൻ തരാം, ഞാൻ നിങ്ങളുടെ എടുത്തിട്ടില്ല. അപ്പൊ അയാള് ആദ്യമൊക്കെ മര്യാദക്കായിരുന്നു. എന്നാ ആദ്യം 200 കൊടുത്താ അതെന്റെ മോനെ അത് മറന്നുപോയി. അല്ല പിന്നീട് പൈസ എപ്പോഴെങ്കിലും അടച്ചോ? ആ 200 കൊടുത്തു, അതായത് പെറുക്കിക്കൊണ്ട് അയാൾ പോവുകയും ചെയ്തു. പെറുക്കിക്കൊണ്ട് പോകാനാണെങ്കിൽ ഷീലുവിന്റെ വീട്ടിന്റെ വെളിയിൽ യാർഡ് സെയിൽ നടക്കുന്നുണ്ട്. എന്തോ പഴയ ഫ്രിഡ്ജ്, ടിവി, ചെയർ. പൈസ കൊടുക്കാൻ വല്ല ഉണ്ടോ ഒരു ബാലൻസ്? എന്താണെന്നറിയോ, ഈ രവീന്ദ്രൻ നീ എവിടെയെന്നുള്ളിടത്ത് പുള്ളിക്ക് മാത്രം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുള്ളി താഴെ, ഞങ്ങളെല്ലാം മേളിലുണ്ട് ഫ്രീ ആയിട്ട്. പുള്ളിക്ക് അതിന്റെ ദേഷ്യം.